ജിമ്മി, ഇന്നും പ്രതികരണങ്ങളും തുടർ പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ സർക്കാർ നിലപാട് വ്യക്തമാക്കി. ഈ വിഷയത്തിൽ ഒരു പടി പോലും പിന്നോട്ടില്ല. നേരത്തെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാര്യത്തിലും ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളിൽ കൊണ്ടുവരുന്ന സമയത്തും ഒക്കെ എടുത്തൊരു നിലപാടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വിദ്യാഭ്യാസാവകാശ നിയമം അനുസരിച്ച് സ്കൂളുകൾക്കും റൂൾസ് അനുസരിച്ച് അധ്യാപകർക്കും ബാധ്യതയുണ്ടെന്ന് നടപ്പിലാക്കാൻ അവർക്കിതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല. വിദ്യാർത്ഥികൾക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് സർക്കാർ നിലപാട്. അതിനെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. പക്ഷേ ഏറെ ശ്രദ്ധേയമായ കാര്യം, പ്രതിപക്ഷം ഇതിലെടുത്തിരിക്കുന്ന ഒരു നിലപാട് കൂടിയുണ്ട്. ചർച്ച ചെയ്യണമായിരുന്നു, പക്ഷേ അവർ തുറന്ന് എതിർക്കുന്നില്ല. നോക്കൂ, കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. ഇന്നലെ വരെ ഇത് അല്പവസ്ത്രമാണ്, ആണും പെണ്ണും ഇടകലർന്നാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇത് തുടങ്ങി വെച്ചത്. അല്പവസ്ത്രമല്ല, സ്കൂൾ യൂണിഫോമാണ്. ആണും പെണ്ണും ഇടകലർന്നല്ല, പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിലുമുണ്ട്. പിന്നെ ഇതിങ്ങനെ കെട്ടിപ്പിടിച്ച് നടത്തുന്ന ഒരു ഡാൻസ് അല്ല എന്നൊക്കെ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞപ്പോൾ പോയിന്റിലേക്ക് വന്നു. ആട്ടവും പാട്ടവും നമുക്ക് പറ്റില്ല. അപ്പോൾ വിഷയത്തിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇന്നലെ ഞാനിത് തന്നെയാണ് പറഞ്ഞത്. വിഷയം ഇതാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. അത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇന്നത് വിദ്യാഭ്യാസ മന്ത്രിയും ബാക്കിയുള്ളവരും ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് പറ്റില്ല. അല്പം എന്നുള്ള ചർച്ചയിലും ഇപ്പോൾ നമ്മുടെ ചർച്ചയിലും പങ്കെടുത്ത ആൾ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ആ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇവിടെ അടിച്ചേൽപ്പിക്കലാണ് എന്ന് തോന്നുന്നത് ഇവിടുത്തെ മത മേലധ്യക്ഷന്മാർക്കോ മത നേതാക്കൾക്കോ മത മൗലികവാദികളെന്ന് പലരും വിളിക്കുന്നവർക്കുമാണ്. അല്ലാതെ സ്കൂളിലോ കോളേജുകളിലോ ഒന്നും ഈ പ്രശ്നമില്ല. ഓൾറെഡി നമ്മുടെ സമൂഹം വളരെ കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പെൺകുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടെന്നും പെൺകുട്ടികൾ പരീക്ഷ എഴുതരുതെന്നും പെൺകുട്ടികൾ സ്കൂളിൽ പോകരുതെന്നും ഒക്കെ പറഞ്ഞ് അതിനെതിരെ വലിയ യുദ്ധങ്ങൾ നടന്ന് അതൊക്കെ വളരെ നോർമലായി കഴിഞ്ഞു വന്ന ഒരു സമൂഹമാണ് കേരളം. അന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു യുദ്ധം. അമ്പലത്തിൽ കയറാനുള്ള അവകാശത്തിന് വേണ്ടി സമരം നടന്ന ആ സമരങ്ങൾ തോറ്റു തുന്നം പാടി മഹാത്മാഗാന്ധി വന്നിട്ട് പോലും നടക്കാതെ പോയ സമരങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം അത് കിടന്ന് ജയിച്ചു വന്ന സ്ഥലമാണ്. ഇന്ന് സമൂഹത്തിൽ ഇത് ഏറ്റവും അവസാനത്തെ റെസിസ്റ്റൻസാണ്. നോക്കൂ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ക്ലാസ്സിൽ ഇരിക്കുന്നതിന് വരെ എതിർത്ത ഒരു ചരിത്രമുണ്ട് കേരളത്തിന്. അവിടെ നിന്നൊക്കെ നമ്മൾ മുമ്പോട്ട് വന്നു, അതൊക്കെ പരാജയപ്പെട്ടു പോയി. അന്നും ഇതൊക്കെ തന്നെയായിരുന്നു വിഷയം. ഇത് തടയാൻ ശ്രമിക്കും. ഇത് ലാസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയും. അവസാനത്തെ ശ്രമമാണ് നടത്തി നോക്കുന്നത് ഇതൊന്ന് തടഞ്ഞു കിട്ടാൻ. പ്രശ്നം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പെൺകുട്ടികളും ആൺകുട്ടികളും ഡാൻസ് ചെയ്യുന്നു എന്നുള്ളതും പെൺകുട്ടികളും ആൺകുട്ടികളും സംഗീതം ആസ്വദിക്കുന്നു എന്നുള്ളതൊക്കെ വലിയ പ്രശ്നമാകുന്ന ഒരു മതവിഭാഗങ്ങളുടെ, അതിപ്പോൾ മുസ്ലിം സമുദായത്തെ മാത്രം പറയണ്ട. ഇപ്പം നിങ്ങളൊരു കാര്യം ഓർത്ത് നോക്കൂ, ക്രൈസ്തവ സഭയിൽ സ്ത്രീകൾക്ക് മത പുരോഹിതരാകണമെന്ന് പറഞ്ഞ വലിയ മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നാമ്പുറത്ത് അംഗീകരിക്കപ്പെടുന്നില്ലല്ലോ. സ്ത്രീകൾക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രധാനപ്പെട്ട പദവികൾ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള എത്ര പേരുണ്ട്. ഇപ്പോഴും RSS എന്ന് പറയുന്നത് പുരുഷന്മാരുടെ മാത്രം സംഘടനയാണ്. തുടങ്ങിയപ്പോൾ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അത് മുസ്ലിം മതസംഘടനകൾ മാത്രമല്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിലും സ്ത്രീകളെന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾ വേണം, അപ്പോൾ ഒരാളെ കൂടെ വയ്ക്കാം അല്ലേ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ അങ്ങ് വയ്ക്കും. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഈ വിഷയത്തിൽ മതസംഘടനകൾക്ക് വളരെ കൃത്യമായൊരു താല്പര്യമുണ്ട്. അത് പെൺകുട്ടികൾ മുമ്പോട്ട് വരുന്നതും പെൺകുട്ടികൾ ഇടകലർന്നതും ലൈംഗികതയെ മറ്റുമൊക്കെ പ്രചോദിപ്പിക്കും. അത് അവരങ്ങനെയൊക്കെ വഴിതെറ്റി പോകും. സ്ത്രീകളുടെ സംരക്ഷണം ഏറ്റെടുക്കുകയാണല്ലോ ഒരു മതസംഘടനകളും ഒക്കെ ആദ്യം ചെയ്യുക. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ മിലിറ്റൻ്റ് ഓർഗനൈസേഷൻസ്, ഞാൻ പേര് പറയുന്നത്, മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ ആദ്യം വന്നാൽ അവർ ചെയ്യുക ആ നാട്ടിലെ സ്ത്രീകളുടെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുക്കും. വൈകുന്നേരം നീ ആരോട് സംസാരിച്ച്, അതിലൊരു പെൺകുട്ടിയോട് ആൺകുട്ടി സംസാരിച്ചാൽ നീ ആരാണ്, നിൻ്റെ പേരെന്താണ്, പിന്നെ അവനെ അടിക്കുക. ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലോ ലോകത്തിലെല്ലായിടത്തും ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഒരാവശ്യം വന്നാലോ, ഇപ്പോൾ കർണാടകത്തിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് പെൺകുട്ടികൾ സ്കൂളിൽ കോളേജിൽ വരുന്നതിൽ ഒരു വലിയ വിഷയമുണ്ടായൊരു കഥയുണ്ട്. അത് 2021-22 കാലത്താണ്. വളരെ വലിയ സമരമായിരുന്നു അത്. അപ്പോൾ അന്ന് മുഖം മൊത്തം മറച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ്, ബുർഖയാണ്, നിഖാബാണെന്ന് പറഞ്ഞു. അതല്ല, ഹിജാബാണ്, ശിരോവസ്ത്രം മാത്രമാണ് എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടായപ്പോൾ ഇവിടുത്തെ പുരോഗമന സംഘടനകൾ അവർക്കൊപ്പം നിന്നു, ഇന്ത്യയിൽ മുഴുവൻ. അപ്പോൾ ഇതൊന്നുമില്ല, ഇതൊക്കെ വേണം, ഞങ്ങളുടെ കൂടെ നിൽക്കണം, കൂടെ സമരം ചെയ്യണം, നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. പക്ഷേ അവർക്ക് മേൽക്കൈ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്ഥലം വരുമ്പോൾ ഇതെല്ലാം മറക്കും, ഇത് മുഴുവൻ വിട്ടുകളയും. എന്നിട്ട് കുറച്ചുകൂടെ മൗലികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വാദിച്ചു കൊണ്ടേയിരിക്കും. ഒരു കാര്യം എന്തായാലും സമാധാനമുണ്ട്, ഇത്തവണ ഇടതുമുന്നണി സർക്കാർ CPM CPI ഒന്നും ഈ കാര്യത്തിൽ പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വളരെ വ്യക്തമായ സന്ദേശം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഓർക്കണം, ഇതിനു മുമ്പുള്ള ചരിത്രം ഇങ്ങനെയല്ല. ഞാൻ ഈ ഏറ്റവും അടുത്ത കാലത്തെ ജെൻഡർ ന്യൂട്രാലിറ്റി വിഷയമല്ല പറയുന്നത്.
ഇന്നലെ നമ്മൾ പരാമർശിച്ച ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് നാടകം വന്ന് വളരെ വലിയ വിഷയമുണ്ടായപ്പോൾ തോപ്പിൽ ഭാസി അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ചിരിക്കുന്ന അവസ്ഥയാണ്. തോപ്പിൽ ഭാസിയൊക്കെ കഷ്ടപ്പെട്ട് വന്ന് തൃശ്ശൂരാണെന്ന് തോന്നുന്നു ഒരു വലിയ സമ്മേളനത്തിൽ അതിന് സ്റ്റേജിൽ കയറാൻ വയ്യ, അദ്ദേഹം സ്റ്റേജിന് വെളിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ് ഇതിനു വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു സമിതിയെ വെച്ചു. അവസാനം ഇടതുമുന്നണി സർക്കാരിൻ്റെ കാലത്ത് പിന്നീട് അവരും പറഞ്ഞ് ഈ നാടകം വേണ്ടാന്ന്. പിന്നെ നാടകം കേരളം കണ്ടിട്ടില്ല. എങ്ങനെയാണ് മതമില്ലാത്ത ജീവൻ അവസാനം സെറ്റിൽ ചെയ്തത്? മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന പാഠം വന്നു. അവസാനം നമുക്കൊരു സമിതിയെ വയ്ക്കാം. ഈ സമിതിയിൽ ഈ പ്രധാനപ്പെട്ട മതപുരോഹിതന്മാരും ആളുകളൊക്കെ വന്നു. അവസാനം ആ പാഠഭാഗം വേണ്ടെന്ന് വെച്ചു. ഇത്തവണയും ഇവർ ആവശ്യപ്പെടുന്നത് അതാണ്. ഞങ്ങൾ ആരും ഇതിനെതിരാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറയാൻ എന്ത് ചെയ്യണം? ചർച്ച ചെയ്യണം ഞങ്ങളുമായി. വീണ്ടും പഴയ നാടകം കൊണ്ട് വരികയാണ്. ഞങ്ങളെ കൂടെയൊക്കെ കേൾക്കൂ, അവസാനം ഒരു സമിതിയെ വയ്ക്കൂ, എന്നിട്ട് നമുക്കതങ്ങ് സെറ്റിൽ ചെയ്യാം. തൽക്കാലം ഇതിപ്പോൾ വേണ്ട. ഈ തന്ത്രത്തിൽ ഇത്തവണ ഇടതുമുന്നണി വീടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇടതുമുന്നണി സർക്കാർ വീടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ന്യൂനപക്ഷ വർഗീയ സംഘടനകൾ കേരളത്തിൽ പിടിമുറുക്കുന്നുവെന്ന CPM-ൻ്റെ വളരെ വലിയ ക്യാമ്പയിനുണ്ട്. അതൊക്കെ അതിൻ്റെ രാഷ്ട്രീയം. ചില സമയത്ത് ഇത്തരം രാഷ്ട്രീയം നല്ലതായിട്ടൊക്കെ വരും. അതൊക്കെ അവിടെ നിന്നോട്ടെ. പക്ഷേ ഈ കാര്യത്തിൽ CPM ചെയ്തത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഞാൻ വിചാരിച്ചത്, ഇന്നലെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും റെസ്പോൺസുകൾ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് ഈ വിഷയത്തിൽ CPM പിന്നോട്ട് പോവുകയാണ്, സൗകര്യമുള്ളവർ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നിർത്തുകയാണെന്നാണ്. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു. ശ്രീ ശിവൻകുട്ടി പറഞ്ഞത് കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ സ്കൂളുകൾ അത് ഞങ്ങൾ തീരുമാനിക്കും. കാരണം സർക്കാരാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഇവിടുത്തെ എയ്ഡഡ് സ്കൂളുകൾക്ക് സർക്കാരാണ് ശമ്പളം തരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. ഇനി രക്ഷിതാക്കൾക്കോ അങ്ങനെയല്ല. വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് രക്ഷിതാക്കൾക്കുമല്ല അവകാശം കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ. അതും സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു കാര്യം കൂടെ പറയാം. 2 മാസം മുമ്പ് അല്ലേ, 1 മാസം മുമ്പല്ലേ സ്കൂളിലെ സമയം മാറ്റുന്നു. 9:30 എന്നുള്ളത് ഒരു 15 മിനിറ്റ് നേരാക്കുന്നു, മറ്റേ നേരത്തെ ആക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? ഇത് മതപഠനത്തിന് മൊത്തം പ്രശ്നമാണ്, ഞങ്ങൾ ടൈം മദ്രസയിൽ പോകും. അപ്പോൾ തിരിച്ചൊരു ലോജിക്കില്ല, മദ്രസയുടെ ടൈമിംഗ് അങ്ങ് മാറ്റിയാൽ പോരെ. അത് മാറ്റാൻ പറ്റില്ല. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ പറയുന്നതിനപ്പുറം 1 ഇഞ്ച് മാറില്ല എന്ന് പറഞ്ഞു വാശി പിടിച്ച് അവസാനം നാണം കെട്ട് പിന്മാറിയ ചരിത്രമാണ് ഇന്ത്യയിലും കേരളത്തിലും ലോകത്തിലുമുള്ള എല്ലാ മതസമൂഹങ്ങൾക്കും ഉള്ളത്. ഇപ്പോൾ ഇറാനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇറാനിലാണല്ലോ നമുക്കറിയാവുന്ന പോലെ ഈ അതിഭയങ്കരമായിട്ടുള്ള മത പോലീസും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ 3 വർഷം മുമ്പ് ഇറാനിൽ പോയ ആളാണ്. ഇഫ്സാൻ എന്ന് പറയുന്ന ഇപ്പോൾ ബോംബിങ് നടന്ന ഇഫ്സാനിലെ ഈ ആണവ കേന്ദ്രത്തിൻ്റെയൊക്കെ അടുത്തുകൂടെ. അപ്പോൾ അന്ന് ഗൈഡ് പറഞ്ഞെന്ന് അതൊരു എന്തോ വലിയ കെട്ടിടമാണ്, ഞങ്ങൾക്ക് അറിയില്ല, ഒരു കെട്ടിടമുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചെന്നാണ്. ഇഫ്സാനിൽ ഞാൻ വൈകുന്നേരം പോയ ഇഫ്സാനിലെ ഒരു അവിടുത്തെ നദിയിൽ കുറുകെ ഒരു പാലമുണ്ട്. ആ പാലത്തിന് താഴെ മനുഷ്യർക്ക് ഇരിക്കാം. അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം മനുഷ്യർ കൂട്ടമായി വന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും പാട്ടുപാടുന്ന 1/4 മണിക്കൂർ 1.5 മണിക്കൂർ വരെ നിന്ന് പാട്ട് പാടുന്നതിന് ഞാൻ സാക്ഷിയാണ്. ഇഫ്സാൻ ഇറാനിൽ എവിടെ മത പോലീസ് ഒന്നുമില്ല. അത്രയും വലിയ സ്ഥലത്ത് പോലും മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ചോദനകളെ, അവൻ്റെ ആവിഷ്കാരത്തെ പ്രകടിപ്പിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഇഫ്സാൻ. പോലെ തന്നെ ഞാനൊന്ന് പോയൊരു സ്ഥലം മറ്റൊരു നഗരമാണ്. ആ നഗരത്തിൻ്റെ പേര് ഷിറാസ് ആയിരുന്നു. ഷിറാസിൽ ഒരു ഹോട്ടൽ, അതൊരു അണ്ടർഗ്രൗണ്ടിലാണ്. വിശ്വസിക്കില്ല, അവിടെ നടക്കുന്നത് സംഗീത കച്ചേരി പോലെ 3-4 പാട്ടുകാരിരുന്ന് പാടുകയാണ്. ഭക്ഷണം കഴിക്കാൻ വരുന്ന സ്ത്രീകൾ കൂടെ പാടുകയാണ്. ഞങ്ങൾ വീഡിയോ എടുത്തോളൂ, കുഴപ്പമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിനപ്പുറം ഇതൊന്നും നിൽക്കില്ലെന്നേ. ഇറാൻ പോലൊരു സ്ഥലത്ത് പോലും മനുഷ്യർക്ക് ഇത്തരം തടസ്സങ്ങളെ പുല്ലുപോലെ തൃണവൽക്കരിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ കേരളത്തിലെ ഈ മതപണ്ഡിതന്മാരൊന്നും ഒരു ചുക്കുമല്ല. സർക്കാർ ഒന്നുകൂടെ ഗട്ട്സായിട്ട് നിന്നാൽ മതി. അടുത്ത ആഴ്ച ഇവരെയൊക്കെ നമുക്ക് മുട്ടുകുത്തിക്കാൻ പറ്റും. ഇത്തവണ നമ്മൾ ജയിക്കണം, എങ്കിലേ കേരളം ജയിക്കൂ. Meet the editors.